നമ്മളിന്ന് ഉണ്ടാക്കുന്നത് സേമിയ ഉപ്പുമാവാണ്. ഇതിന് ഒരു സവോളയും ഒരു പച്ചമുളകും കുറച്ച് സേമിയയും മാത്രം മതി. വേണമെങ്കിൽ ഇതിനകത്ത് ഇഞ്ചിയൊക്കെ ആഡ് ചെയ്യാം, പക്ഷെ ഞാൻ ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിനെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഈ സവോളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം. സവാള നല്ല ചെറുതാക്കി അരിയണ്ട, ഇതുപോലെ അരിഞ്ഞാൽ മതി. ഇത് ഞാൻ അരിഞ്ഞു വെച്ച പച്ചമുളക് സവോളയാണ്, ഒരു സവോളയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ വേണമെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്യാം. ഞാനിപ്പോൾ കറിവേപ്പില ആഡ് ചെയ്യുന്നില്ല. ഇത് നമുക്കിത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് നോക്കാം. കടുക് പൊട്ടതിന് ശേഷം ഇതിനകത്തോട്ട് ചേർക്കുക ഈ അരിഞ്ഞു വെച്ച സവോളയും പച്ചമുളകും. കുറച്ച് ഉപ്പും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി പോരുത്, വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് ഇത് ചെറുതായി ഒന്ന് വാങ്ങിയാൽ മതി. ഇതിനകത്തോട്ട് സേമിയ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര അളവാണോ സേമിയ ആവശ്യമുള്ളത് അത്രയും സേമിയ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഇത് ഫ്രൈഡ് സേമിയ ആയതുകൊണ്ട് അധികം മിക്സ് ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിക്കാം. സേമിയത്തിൽ ഇത്രയും വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നത്, അതൊന്ന് വേകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേവിക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാലും കുഴപ്പമില്ല, അത് അടി പിടിക്കാതെ കരിഞ്ഞു പോകാതെ നോക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അത് തിളച്ചതിന് ശേഷം അത് മീഡിയത്തിലേക്കോ ലോ ഫ്ലെയിമിലേക്കോ ആക്കാം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റ്, ബീൻസ് പോലെയുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഇതിനകത്തിപ്പോൾ ആഡ് ചെയ്തിട്ടില്ല. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൽ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വറ്റിയാൽ ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇത് നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായി വെള്ളം വറ്റിക്കാം, പക്ഷെ ഞാനിതിൽ കുറച്ച് വെള്ളം വെച്ചുകൊണ്ട് ഇത് ഓഫാണ്. തീ ഓഫ് ചെയ്ത് ഇതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യും.
ഒരുപാട് ചേർക്കുന്നില്ല, വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ആഡ് ചെയ്യുന്നു. ഇത് മുഴുവൻ വെള്ളം വറ്റിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഇതെനിക്ക് കുറച്ച് ഈ രൂപത്തിലിരിക്കുന്നതാണ് ഇഷ്ടം, ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ എടുത്തത്. ഇനി ഇത് ഞാൻ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇത് നല്ല ചൂടുള്ളതുകൊണ്ട് ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ടാണ് മാറ്റുന്നത്.